ഗുഡ് മോർണിംഗ്. കേരള ഫോറക്സ് അക്കാഡമി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഒരു ഇൻഡിക്കേറ്ററാണ്. ഇൻഡിക്കേറ്ററിൻ്റെ പേര് TDI എന്നാണ് അറിയപ്പെടുന്നത്. അത് നമുക്ക് MT5-ലോ MT4-ലോ ഒന്നും ഡയറക്റ്റ് കിട്ടുന്ന ഒരു ഇൻഡിക്കേറ്ററല്ല. 2-3 ഇൻഡിക്കേറ്ററിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അതെൻ്റെ ഈ ഇതിലിപ്പോൾ ഏറ്റവും താഴെ കാണുന്നതാണ്. RSI അകത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. TDI ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് സെറ്റ് ചെയ്യാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരും, നല്ലത് മനസ്സിലാവും. ആദ്യം ഞാൻ ബാക്കിയുള്ള എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഒന്ന് ഹൈഡ് ചെയ്തോട്ടെ. അതൊക്കെ ഹൈഡായി, മുകളിലത്തത് ഹൈഡായി. ഓക്കെ, താഴത്തെ TDI മാത്രമാണ് ഇപ്പം ബാക്കി. ഇപ്പോൾ TDI സെറ്റിങ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമായിരിക്കും. ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്. ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗം, ഇത് കണ്ടില്ലേ, ഒരു N കട്ട് ചെയ്തതുപോലുള്ളൊരു ഭാഗമുണ്ട് മുകളിൽ. അവിടെയാണ് ടാപ്പ് ചെയ്യേണ്ടത്. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ്, ഇങ്ങനെയല്ല, നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് വേറെ ഏതെങ്കിലും ആയിരിക്കാം. അതിനുശേഷം മെയിൻ ചാർട്ട് എന്ന് കാണുന്നതിൻ്റെ വലത് സൈഡിലുള്ള F, അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഭാഗം അവിടെ ടാപ്പ് ചെയ്യണം. ഓക്കെ, അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഇത് മൊബൈലായതുകൊണ്ട് കുറച്ച് ലാഗിങ് വരുവേ, അത് ക്ഷമിക്കുക. ഞാൻ എഡിറ്റ് ചെയ്യാതെയാണ് ഇടുന്നത്. അവിടെ ചെയ്യുമ്പോൾ നമുക്കിതിൽ എല്ലാ ഇൻഡിക്കേറ്ററും, ഈ MT5-ൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നമുക്ക് കാണാം. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നത് RSI ആണ്, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. അതിപ്പോൾ കാണുന്നുണ്ടായിരിക്കും അല്ലേ, അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കുക. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, ഇതാണ്. ഈ ഇൻഡിക്കേറ്റർ ടാപ്പ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പീരിയഡ് 13 സെലക്ട് ചെയ്യുക. പീരിയഡ് 13, അപ്ലൈ ടു ക്ലോസ്. അതിൽ ലെവലുകളുണ്ട്. ലെവലുകൾ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ലെവലിൻ്റെ അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് അതിൽ 1, 2 ചിലപ്പം എത്രയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് എനിക്കറിയില്ല. അതിൽ കൂടുതൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ആഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് 5 ഓപ്ഷൻ, 90, 80, 50, 20, 10 ഇങ്ങനെ എല്ലാം ചെയ്യുക. കളറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കാം. കളറിൻ്റെ സൈഡിൽ ടാപ്പ് ചെയ്താൽ ഞാനിപ്പോൾ ബ്ലാക്കാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അതിനുശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ചാർട്ടിൽ. ഇപ്പോൾ ഇതിൽ താഴെയായിട്ട് ഒരു ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഒരു RSI ഈ രീതിയിലായിരിക്കും. സോറി, ഒരു ഇതുകൂടെ ഉണ്ട്. അപ്പോൾ വീണ്ടും RSIയിലൊന്ന് പോട്ടെ. RSIയുടെ കളറ്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഏതാണോ, ഈ സ്റ്റൈൽ എന്നുള്ളത് കാണുന്നിടത്ത് കളറ് ചേഞ്ച് ചെയ്യാൻ പറ്റും. സ്റ്റൈല് ഇവിടെ, അവിടെ കളറ് ചേഞ്ച് ചെയ്യണം. നിങ്ങളുടെ സ്ക്രീൻ ഏതാണോ, വൈറ്റ് സ്ക്രീൻ ആണെങ്കിൽ വൈറ്റ് കൊടുക്കുക, ബ്ലാക്ക് സ്ക്രീൻ ആണെങ്കിൽ ബ്ലാക്ക് കളർ കൊടുക്കുക. കാരണം നമുക്ക് RSIയുടെ ആവശ്യം വരുന്നില്ല. ഓക്കെ, എന്നിട്ട് വേണം സേവ് കൊടുക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ രീതിയിൽ വരിക. അതിനകത്ത് ലൈനുകളോ ഒന്നും, വേറെ കുറച്ച് ക്രോസ് ലൈനുകൾ മാത്രമേ ഉണ്ടാവൂ, അല്ലാതെ ഇൻഡിക്കേറ്ററായിട്ടൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം ആഡ് ചെയ്യേണ്ടത്, വീണ്ടും മുകളിൽ N എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ക്ലിക്ക് ചെയ്യേണ്ടത് മെയിൻ ചാർട്ടിലല്ല, നിങ്ങളുടെ ഇൻഡിക്കേറ്റർ വിൻഡോ 1 എന്നായിരിക്കും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക. ആ ഇൻഡിക്കേറ്റർ വിൻഡോയുടെ 1-ന് വലത് സൈഡിൽ Fൽ ക്ലിക്ക് ചെയ്യുക. മൂവിങ് ആവറേജ് സെലക്ട് ചെയ്യുക.
പീരീഡ് സോറി പീരീഡ് 7 എക്സ്പൊണൻഷ്യൽ. കളർ യുവർ ചോയ്സ്. ഞാൻ ഗ്രീൻ കൊടുക്കുന്നു. ഓക്കെ, സേവ്. അപ്പോൾ നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ വന്നു. സോറി ഒന്ന് പോസ് ചെയ്യാം. അപ്പം മൂവിങ് ആവറേജിൻ്റെ മൂവിങ് ആവറേജിലും സെറ്റിങ്സിൽ വേരിയേഷൻ വന്നു. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത മൂവിങ് ആവറേജ് നിങ്ങളുടെ ഇൻഡിക്കേറ്റർ വിൻഡോ RSI അതിനകത്ത് വരുന്നതായിരിക്കും. ആ മൂവിങ് ആവറേജ് സെലക്ട് ചെയ്യുക. ഇത് പീരീഡ് 7 കൊടുത്തു. എക്സ്പൊണൻഷ്യൽ തന്നെയാണ് മെത്തേഡ്. അപ്ലൈ ടു ക്ലോസ് കൊടുക്കാതെ അപ്ലൈ ടു ഫസ്റ്റ് ഇൻഡിക്കേറ്റർ ഡാറ്റ എന്ന് കൊടുക്കുക. അതിനുശേഷം കളർ യുവർ ചോയ്സ് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഈ രീതിയിൽ കാണിക്കുക. ഗ്രീൻ ലൈറ്റ് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതിനുശേഷം വീണ്ടും അടുത്ത ഇൻഡിക്കേറ്റർ, അതും ഇപ്പോൾ നമ്മൾ ചെയ്ത ഇൻഡിക്കേറ്ററിനകത്താണ്, RSIക്കകത്താണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ ഇൻഡിക്കേറ്റർ വിൻഡോ 1 എന്നായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. 1 or 2 or എനിത്തിങ് നിങ്ങൾക്ക് ഏതാ വരുന്ന അതിൽ ആ RSI ആഡ് ചെയ്തതിനകത്ത് തന്നെ റൈറ്റ് സൈഡ് ലൈഫ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി വേണ്ടത് നമുക്ക് ബോളിഞ്ചർ ബാൻഡാണ്. ബോളിഞ്ചർ ബാൻഡിൻ്റെ പീരീഡ് ഇവിടെ ചേഞ്ച് ചെയ്യുക. 34 കൊടുക്കുക. ഡീവിയേഷൻ 1.964 കൊടുക്കുക. അപ്ലൈ ടു ഫസ്റ്റ് ഇൻഡിക്കേറ്റർ ഡാറ്റാൻ്റെയാണ് അത് കൊടുക്കേണ്ടത്. അതിനുശേഷം കളർ, അതിൽ 3 ലൈനുകളുണ്ടാവും. അതിൽ മിഡിൽ ലൈനിന് ഒരു കളർ കൊടുക്കുക. അപ്പർ ലെവലും ലോവർ ലെവലും വേറെ കളർ, അത് നിങ്ങൾക്ക് കാണാമല്ലോ. മിഡിൽ ലെവൽ, അതിനുശേഷം അപ്പർ ലെവലിൽ തൊട്ട് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. ലോവറിൽ തൊട്ട് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ മിഡിലിൽ ഒന്നും ചെയ്തിട്ടില്ല. മിഡിലിൽ മാത്രം റെഡ് കളർ കൊടുത്തു. അപ്പും ഡൗണും ഞാൻ ബ്ലൂ കളറാണ് കൊടുത്തേക്കുന്നത്. സേവ് കൊടുക്കുക. അപ്പം നമ്മുടെ ഇൻഡിക്കേറ്ററിനകത്ത് ലൈൻ വന്നു കഴിയും. അപ്പോൾ ഈ TDI ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അത് സെറ്റായി. ഇനി അതിൽ എങ്ങനെയാണ് എൻട്രി പോയിൻ്റ് എങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ, വാച്ച് ചെയ്യേണ്ടത് ഗ്രീനും റെഡും. നമ്മൾ RSIയുടെ അകത്താണ് ചെയ്തേക്കുന്നത്. അതിൽ ബോളിഞ്ചർ ബാൻഡിൻ്റെ മിഡിൽ ലൈൻ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത ഇൻഡിക്കേറ്റർ അത് ഗ്രീൻ ലൈനാണ്. അപ്പോൾ ആ ഗ്രീൻ ലൈനിൻ്റെ ക്രോസ് ഓവർ മാത്രം ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് 1 മിനിറ്റ് ക്യാൻഡിലാണ് നടക്കുന്നത്. ക്യാൻഡിൽ 5 മിനിറ്റോ ഏതോ ആക്കിയിട്ട് ഗ്രീൻ ക്യാൻഡിലിൻ്റെ ക്രോസ് ഓവർ ചെക്ക് ചെയ്യുക. സോറി, ഗ്രീൻ ക്യാൻഡിലല്ല, ഗ്രീന് റെഡിൻ്റെ താഴേക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് സെല്ലാണ്. റീസെൻ്റ് ഹൈ, സ്റ്റോപ്പ് ലോസ്. അതുപോലെ മുകളിലേക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ, ഞാനിതൊക്കെ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അതായത് റീസെൻ്റ് മുകളിലേക്ക് ക്രോസ് ചെയ്ത സമയത്ത് നമുക്ക് ബൈ എടുക്കാമായിരുന്നു. ആ ബൈ കിട്ടും. അതിൻ്റെ റീസെൻ്റ് ലോക്ക് താഴെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. എത്ര സ്റ്റോപ്പ് ലോസ്, അതിൻ്റെ ഡബിൾ ടാർഗറ്റ്, അല്ലെങ്കിൽ 1:1 എങ്കിലും മിനിമം, അല്ലെങ്കിൽ 1:1 ആകുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് റെഡ്യൂസ് ചെയ്യുക. കോസ്റ്റ് ആക്കുകയോ ബ്രേക്ക് വയ്ക്കുകയോ ചെയ്യുക. ആ ഒരൊറ്റ കാര്യം മാത്രം ഇതിൽ നോക്കിയാൽ മതി. ടൈം ഫ്രെയിം ഏതോ ആവട്ടെ, 15 മിനിറ്റ്സ് ആയാലും 15 മിനിറ്റ്സിൽ ബൈയൊക്കെ കിട്ടിയിട്ട് ഒരുപാട് നേരമായി. ഇനി 1 അവർ ആയാൽ പോലും 1 അവറിൽ ക്രോസ് ഓവർ നടന്നിട്ടില്ല. ഇപ്പോൾ ഇതുവരെ ബൈ സൈഡ് ആയിട്ടില്ല, സെൽ സൈഡാണ് റണ്ണിങ്. നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ ഉപകരിക്കാൻ പറ്റുന്നൊരു ടൂളാണിത്. അപ്പോൾ എൻ്റെ ഇതിൽ 2 ഇൻഡിക്കേറ്റർ ആയിപ്പോയതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഫുള്ള് ഇപ്പോൾ ചെയ്തത് ഫുള്ള് ഡിലീറ്റ് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ചെയ്തതാണ്. ഇപ്പോൾ ഒരെണ്ണമേ ഉണ്ടാവും. 1 മിനിറ്റ് ചാർട്ട് നോക്കിയാലും നമുക്ക് ഇത് വർക്കൗട്ടാവും. 1 മിനിറ്റ് ചാർട്ടിൽ എങ്ങനെ വർക്കൗട്ട് ആയേക്കുന്നത് നോക്കിയേ. നമുക്ക് സെല്ല് കിട്ടിയത് എവിടെ നിന്നാണ്? അടിപൊളി. അത് ഈ ഒരു ഏരിയ
ഈ ക്രോസ് ഓവർ നടന്നതുണ്ടോ? ക്രോസ് ഓവർ നടന്നപ്പോഴാണ് നമുക്ക് സെല്ല് കിട്ടുന്നത്. സ്റ്റിൽ റണ്ണിങ് പ്രോഫിറ്റ്. ഓക്കെ, അതേപോലെ ബൈ കിട്ടിയത് ക്യാൻഡിൽ കാണാനില്ല. ഓക്കെ, ബൈ കിട്ടിയ പൊസിഷൻസ് ഇവിടെയായിരുന്നു. ഈ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂൾ എടുക്കുമ്പോഴാണ് വിഷയം വരുന്നത്. അപ്പോൾ നമുക്ക് ബൈ കിട്ടിയത് ഈ വലിയൊരു ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈയിലാണ് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അത് ആ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബൈ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ബൈ കിട്ടുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊടുത്താൽ മതി, ഈ ഭാഗത്ത് അവിടെ കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അതല്ല ഡയറക്റ്റ് എൻട്രി എടുക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊടുക്കേണ്ടി വരും. എവിടെ തന്നെ കൊടുത്താലും അത് നമുക്ക് അറിയാം, നമ്മുടെ മൂവ്മെൻറ്റ് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും ക്രോസ് ഓവർ നടക്കുമ്പോൾ. എത്ര മൂവ്മെൻ്റ് അവിടെ നിന്ന് കിട്ടിയേക്കുന്നത്. അതേപോലെ ഇപ്പോൾ സെല്ല് റൺ ആയിക്കൊണ്ടിരിക്കുന്ന സെല്ല് നല്ല പോയിൻ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ ഗോയിങ് ഓൺ സെൽ സൈഡ്. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ കൂടെ നിങ്ങൾ ഇൻസ്റ്റാളല്ല, അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ട്രേഡിങ് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതെല്ലാത്തിനും മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. ഒരുപാട് പേരിലേക്ക് എത്തട്ടെ. ഓക്കെ.